ഹായ് നമസ്കാരം, എല്ലാവർക്കും ട്രിപ്സ് ആൻഡ് ട്രിപ്സ് ചാനലിൻ്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിമൽ. നമ്മൾ വീട് പണിയിൽ ഉപയോഗിക്കാവുന്ന പുതിയ തരം മെറ്റീരിയലിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ച അത്തരം പുതിയ മെറ്റീരിയലുകളെ പറ്റിയിട്ട് ഓരോ മെറ്റീരിയലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് UPVC വിൻഡോസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ മരത്തിന് പകരമായിട്ട് UPVC വിൻഡോസ് ഉപയോഗിക്കാം. അത് എത്രമാത്രം എളുപ്പത്തിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മരത്തിൻ്റെ ജനലുകൾ ഫിക്സ് ചെയ്യുന്നതും ഈ UPVC വിൻഡോസ് ഫിറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളുടെ ജനലുകളൊക്കെ ഇത്തരമൊരു ട്രക്കിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഫ്രെയിം, അതേപോലെ ജനലിൻ്റെ പാളി, ഗ്ലാസ് എന്നിവ സെപ്പറേറ്റ് ആയിട്ട് ഫാക്ടറിയിൽ നിന്ന് പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഈ വീടിൻ്റെ മെഷർമെൻറ്റ് മുന്നേ എടുത്തതാണ്. മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ആ ജനലുകളൊക്കെ ഉണ്ടാക്കി ആ ഒരു ട്രക്കിൽ ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനലുകളുടെ കമ്പി നമുക്ക് നേരത്തെ തന്നെ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ തേപ്പിൻ്റെ സമയത്ത് ഈ ഒരു കല്ലിൻ്റെ ഇടയിലേക്ക് കമ്പീൻ്റെ കാല് ഇറക്കി വെച്ചതിന് ശേഷം പ്ലാസ്റ്റർ ചെയ്ത് കമ്പി അവിടെ ഉറപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ യൂഷ്വലി മരത്തിൻ്റെയൊക്കെ ചെയ്യുമ്പം ആ ഒരു ഫ്രെയിമിലേക്ക് തന്നെയാണ് ജനലിൻ്റെ കമ്പികൾ വരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ചുമരിൻ്റെ കല്ലിലേക്ക് തന്നെയാണ് ഈ ഒരു കമ്പികൾ ആദ്യം ഉറപ്പിക്കേണ്ടത്. മാത്രമല്ല, ഇത് തേക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടത്തിന് കറക്റ്റായിട്ടുള്ള കോർണറുകൾ വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള 90 ഡിഗ്രിയിലാണ് ഇതിൻ്റെ 4 കോർണറുകളും, അതായത് ഈ ഒരു ജനലിൻ്റെ എല്ലാ കോർണറുകളും കറക്റ്റായിട്ട് സ്ക്വയർ ഷേപ്പിൽ, അതായത് കറക്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ മൂലകൾ വരുന്ന രീതിയിൽ വേണം തേക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തേപ്പിൻ്റെ സമയത്ത്. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഇവിടെ വെച്ചതിന് ശേഷം ചെയ്യുന്നത് ഒരു 9 സ്ഥലത്ത്, ഈ ഒരു സൈസുള്ള ഒരു ജനലാണെങ്കിൽ ഒരു 9 സ്ഥലത്താണ് ഇവരിത് ചുമരിലേക്ക് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുന്നത്. അത് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ആ സ്ക്രൂ ചെയ്ത സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് ഇട്ട് വെക്കും. ഇത് സ്ക്രൂ കാണാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ സ്ക്രൂവിൻ്റെ ഒരു ലൈഫ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി കൂടെയാണ്. അതിനുശേഷമാണ് ജനൽ പാളി ഈ ഒരു ഫ്രെയിമിലേക്ക് എടുത്തു വെക്കുന്നത്. ഇത് പല ട്രാക്കുകളായിട്ട് വരുന്നുണ്ട്. 2 ട്രാക്ക് വരുന്നുണ്ട്, 3 ട്രാക്ക് വരുന്നുണ്ട്. 2 ട്രാക്ക് എന്ന് പറയുമ്പം ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന സൈഡിലേക്ക് ട്രാക്കുകളായിട്ടുള്ളത്. അതിൻ്റെ 3 ട്രാക്ക് എന്ന് പറയുമ്പോൾ 3ാമത്തെ ട്രാക്കിൽ ഒരു കൊതുകിൻ്റെ മെഷും കൂടെ വരും, മൊസ്കിറ്റോ മെഷും കൂടെ വരുന്നതാണ് 3 ട്രാക്കുള്ളത്. ഇതിപ്പോൾ 2 ട്രാക്കുള്ള ഒരു ജനലാണ് ഇവിടെ ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ 2 പാളിയും അതിൻ്റെ 2 ട്രാക്കിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞു. അതിനുശേഷം അത് ഗ്ലാസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു ഫ്രെയിമിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു വെള്ളത്തിന് വേണ്ടിയിട്ടുള്ളൊരു സീപ്പേജ് പോയിൻ്റ് ഉണ്ട്. ഇൻ കേസ് ജനലിൻ്റെ മേലേക്ക് പുറത്തുനിന്നുള്ള മഴവെള്ളം അടിച്ചു കഴിഞ്ഞാൽ പോലും അതുവഴി ഒഴുകി പോകാനുള്ള ഒരു സീപ്പേജിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് എല്ലാ ഫ്രെയിമിൻ്റെ അടിയിലായിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ബാക്കിയുള്ള ആക്സസറീസാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റോപ്പേഴ്സ്, സൈഡിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റുകൾ, പിന്നെ സൈഡിൽ ഈ ഒരു സൗണ്ട് പ്രൂഫിങ്ങിനും പിന്നെ കറക്റ്റായിട്ട് ഇത് അടഞ്ഞു നിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മെഷ് ഉണ്ട്. അതായത് ഒരു സൈഡിൽ ബീഡിങ് ആയിട്ട് വരുന്നുണ്ട്, റബ്ബറിൻ്റെ ഒരു ബീഡിങ് വരുന്നുണ്ട്. ആ ബീഡിങ് കൂടെ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യുന്നു. ഇതിൻ്റെ അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സീൽ ചെയ്യലാണ്. അതായത് ചെറിയൊരു ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ
നമ്മൾ തേച്ചത് കറക്റ്റായിട്ടില്ലെങ്കിലാണ് ഇത്തരം ഗ്യാപ്പുകൾ വരുന്നത്. ഇത്തരം ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അവർ സിലിക്കോൺ സീലൻ്റ് വെച്ചിട്ട് ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തെടുക്കും. പക്ഷേ ഏറ്റവും സേഫായിട്ടുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വൈറ്റ് സിമെൻറ്റോ മറ്റോ വെച്ചിട്ട് പെർമനൻ്റായിട്ട് ഇത് സീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. പരമാവധി ഇത്തരം ഗ്യാപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മട്ടത്തിന് തേക്കുക എന്ന് പറയും. കറക്റ്റായിട്ട് 90 ഡിഗ്രിയിൽ മൂലകൾ തേച്ചെടുക്കുകയാണെങ്കിൽ ഇത്തരം ഗ്യാപ്പുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വളരെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ വരുള്ളൂ. അത് സീലൻ്റ് വെച്ച് തേച്ച് എടുത്താൽ മതിയാവും. അതല്ല വലിയ ഗ്യാപ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് അത് അടക്കുന്നതായിരിക്കും നമുക്ക് ലോങ് റണ്ണിന് ഏറ്റവും നല്ലത്. അപ്പം ഇത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഫിക്സിങ്, ഒരു ജനലിൻ്റെ ഫിക്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കണ്ടോ എത്ര സിമ്പിളായിട്ടാണ് അവർ ഫിക്സ് ചെയ്തേക്കുന്നത്. നമ്മളൊരു മരത്തിൻ്റെ ജനൽ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു പകുതി എഫേർട്ട് പോലും ഇതിന് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ UPVC വിൻഡോസിനെ പറ്റിയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇതിൽ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ.